ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓംലെറ്റ് കറിയാണ് കേട്ടോ. ചപ്പാത്തി, ചോറ്, അപ്പം, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഓംലെറ്റ് കറി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഓംലെറ്റ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടി, പകുതി സവാള മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ ഈ മുട്ടയ്ക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് 2-3 മിനിറ്റെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എത്രത്തോളം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം ഫ്ലഫി ആയിട്ട് നമ്മുടെ ഓംലെറ്റ് കിട്ടും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ താളിക്കാനൊക്കെ എടുക്കില്ലേ, അതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു തവി മുട്ടയുടെ മിക്സ് ചേർക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 2 സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 തവി അളവിലാണ് മുട്ടയുടെ മിക്സ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് 1/2 തവി അളവിൽ മിക്സ് ചേർത്തിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഓംലെറ്റും തയ്യാറാക്കി എടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഗ്രേവി തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 4 മുട്ടയിൽ നിന്നും 4 ഓംലെറ്റാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത് സവാളയാണ്. 2 മീഡിയം സൈസിൽ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ചോപ്പറിലിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. ഇതുപോലെ നമ്മൾ ചോപ്പറിലൊക്കെ ഇട്ട് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് ഒരു തക്കാളിയും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനൊന്ന് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 2 ഏലയ്ക്ക, 1 പീസ് അളവിൽ കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. നമ്മുടെ പെരിഞ്ജീരകവും ഏലക്കയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നീട് നമ്മളത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ഗോൾഡൻ കളറിൽ മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം വളരെ കുറച്ച് മാത്രമേ സവാളയുള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന 1 തക്കാളി ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് കുറവാണ്, നല്ലൊരു കളർ കൊടുക്കും. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്, അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. 1.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. നമ്മൾ നേരത്തെ മുട്ട ഓംലെറ്റ് തയ്യാറാക്കിയെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് രണ്ടാമത് ചേർക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഓംലെറ്റ് ചേർക്കാവുന്നതാണ്. കൂടെ ഒരല്പം മല്ലിയിലയും കൂടി. ഇനി നമുക്ക് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലോ ഹൈയിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രേവി വറ്റിപ്പോകും. നമുക്ക് അങ്ങനെ കിട്ടേണ്ട ആവശ്യമില്ല.
കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഓംലെറ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്ക് ഈ ഓംലെറ്റ് കറി കിട്ടുന്നത്. വളരെ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയും നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ഓംലെറ്റ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി, ചോറ്, അപ്പം, ഇടിയപ്പം, ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റായിട്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.